നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള നീതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയടക്കം നേരിട്ടിറങ്ങിയാണ് ഇതിനെതിരെ പോരാടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ദിവ്യ മാത്രമാണ് ഏകപ്രതി എന്ന് കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നുണ്ടെങ്കിലും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒക്കെ തന്നെ നീതി ലഭിക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പല വ്യക്തതയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിനു പിന്നിലുള്ള കാരണം. മരിച്ച നവീൻ ബാബുവിൻ്റേത് കൊലപാതകമല്ലെന്ന് തെളിയിക്കാനുള്ള വ്യഗ്രത കുറ്റപത്രത്തിലുണ്ട്. അതിനിടെ അഴീക്കോട്ടെ പ്രശാന്തൻ ആരെന്ന ചർച്ചയും കുറ്റപത്രം ഉയർത്തുന്നുണ്ട്. കളക്ടറേറ്റിലെ യാത്രയയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബു ഒരാളെ മാത്രമാണ് കണ്ടതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. വൈകിട്ട് 7ഓടെ അഴീക്കോട്ടെ പ്രശാന്തനെയാണ് കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപത്ത് കണ്ടത്. അദ്ദേഹത്തെയും പോലീസ് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നുവെന്ന് കുറ്റപത്രം പറയുന്നു. അതിനിടെ കുറ്റപത്രത്തിനെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിച്ചേക്കും എന്നുള്ള സൂചനകളുമുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്ന് അറിയിക്കും. പെട്രോൾ പമ്പിന് അനുമതി നൽകിയ പ്രശാന്തിനെ പ്രതിയാക്കാത്ത സാഹചര്യവും ചർച്ചയാക്കും. പ്രശാന്തിന്റെ ഇടപെടലാണ് PP ദിവ്യയുടെ ഭീഷണിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് വ്യക്തമാണ്. എന്നിട്ടും ഇത് കുറ്റപത്രത്തിലേക്ക് വരുന്നില്ല എന്നതാണ് അത്ഭുതകരമാകുന്നത്. മുൻ ADM നവീൻ ബാബു ജീവനൊടുക്കിയ കേസിലെ പ്രതി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ മാത്രമെന്നാണ് കുറ്റപത്രം പറയുന്നത്. അതായത് ഏക പ്രതി PP ദിവ്യ മാത്രമാണ്. ദിവ്യയുടെ അധിക്ഷേപത്തിൽ മനം നൊന്താണ് നവീൻ ബാബു ജീവൻ ഒടുക്കിയതെന്നും ആസൂത്രിതമായ അധിക്ഷേപമാണ് പ്രതി നടത്തിയതെന്നും പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് സ്വകാര്യ ചാനലിനെ ദിവ്യ വിളിച്ചു വരുത്തിയതാണെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം ഉൾപ്പെടുത്തിയ കുറ്റപത്രം കണ്ണൂർ റേഞ്ച് DIGക്ക് സമർപ്പിച്ചു. DIGയുടെ അനുമതി കിട്ടിയാൽ ഉടൻ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ തന്നെയാണെന്നും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒന്നും ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നവീന്റെ കുടുംബാംഗങ്ങൾ അടക്കം 82 പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. നവീൻ ബാബു തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പ്ലാസ്റ്റിക് കയറിന്റെയും അടിവസ്ത്രത്തിൽ കാണപ്പെട്ട കറയുടെയും വസ്ത്രങ്ങളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് കയർ ഉത്തരത്തിൽ കെട്ടുമ്പോൾ കൈവിരലിലെ നഖങ്ങൾക്കിടയിലും കയറിന്റെ അംശങ്ങൾ കണ്ടെടുത്തു. അടിവസ്ത്രത്തിൽ കണ്ട കറ തൂങ്ങി നിൽക്കുമ്പോൾ സംഭവിച്ച ഭയത്തിൽ നിന്നോ മറ്റോ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇൻക്വസ്റ്റിൽ ഈ കറ നിരവധി സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഏകപക്ഷീയമായി തള്ളുകയാണ് കുറ്റപത്രം. നെഞ്ചിൽ അതിശക്തിയായി ആരോ ഇടിച്ചതിന്റെ ഫലമാണ് മരണമെന്ന ആക്ഷേപം സജീവമായിരുന്നു. ഇതിനുള്ള സാധ്യതകൾ തള്ളാൻ വേണ്ടിയാണ് ഭയത്തിന്റെ സാധ്യത ചർച്ചയാക്കി പോലീസ് പഴുതടയ്ക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ TM പ്രജിത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതിൽ തൂങ്ങിയ മരണമെന്നാണ് കണ്ടെത്തിയത്. ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നുമില്ല. കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന സംശയം ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഇൻക്വസ്റ്റിലും അത്തരം സംശയത്തിന് കാരണമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. മരിക്കുന്നതിന് തൊട്ടു മുൻപ് പുലർച്ചെ 4:56 ഭാര്യ മഞ്ജുഷയുടെയും സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മൊബൈൽ ഫോൺ നമ്പർ സഹപ്രവർത്തകനെ സന്ദേശമായി അയച്ചു കൊടുത്തത് മരണവിവരം അറിയിക്കാനാണെന്ന് തെളിവായി കുറ്റപത്രത്തിലുണ്ട്. എന്നാൽ നവീൻ ബാബുവിന്റെ ഫോണിൽ നിന്നും മറ്റൊരാൾ അയച്ചതാകാനുള്ള സാധ്യതയിലേക്ക് പോലീസ് അന്വേഷണം പോയില്ല. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്കും കുറ്റപത്രത്തിൽ മറുപടി പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റെ 2 ഫോണുകളിലും ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായിരുന്നില്ല. പോലീസ് സംഘം മൃതദേഹത്തിലും മുറിയിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചില്ല. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നത് നിർബന്ധമല്ല. മരണം നടന്ന് 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടത്തണമെന്ന് സർക്കുലറിലുണ്ടെന്നും വിശദീകരിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് 12 മണിക്കൂറോളം യാത്രയുള്ളതിനാൽ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സഹോദരൻ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥരോട് ഫോണിൽ നിർദ്ദേശിച്ചിരുന്നു. ഒക്ടോബർ 15 രാവിലെ 10:45 11:45 ഇടയിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. 15 രാത്രി 11ഓടെയാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയത്. പത്തനംതിട്ടയിൽ നിന്ന് ബന്ധുക്കൾ വരുന്നതുവരെ മൃതദേഹം സൂക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലുമായിരുന്നില്ലെന്നും പോലീസ് പറയുന്നു. കളക്ടറേറ്റ് ഉദ്യോഗസ്ഥരോട് ഇൻക്വസ്റ്റ് നടത്താൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നും സഹോദരൻ
പലവട്ടം പറഞ്ഞതാണ്. ഇത് പോലീസ് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. 2024 ഒക്ടോബർ 14 ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിന് ക്ഷണിക്കാതെ എത്തിയ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ PP ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തിയത്. തൊട്ടടുത്ത ദിവസം ക്വാർട്ടേഴ്സിലെ ഉത്തരത്തിൽ നവീൻ ബാബു തൂങ്ങി മരിച്ചെന്നാണ് കേസ്. തുടക്കത്തിൽ അസ്വാഭാവിക മരണമായിരുന്നെങ്കിൽ വൈകാതെ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണത്തെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പാർട്ടി ചുമതലകളിൽ നിന്നും CPM ദിവ്യയെ ഒഴിവാക്കുകയും ചെയ്തു. PP ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ ADMന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയുള്ളത്. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന് ധൃതി പിടിച്ച് തീരുമാനിച്ചതിന്റെ പിന്നിലും ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കണം. ഈ ആത്മഹത്യാ തിയറി വിജയിപ്പിച്ചെടുക്കാനാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒരുക്കിയതെന്നും ജാമ്യം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ചതെന്നും സംശയങ്ങൾ ഉയരുന്നു. നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണ്, കൊലപാതകമല്ല എന്ന തിയറി വിജയിപ്പിച്ചെടുക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഗൂഢാലോചനയുടെ ഫലമായി മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കാതെ മറച്ചുവെക്കുന്നു എന്നതാണ് സംശയം. പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞതനുസരിച്ച് നവീൻ ബാബു കളക്ടറേറ്റിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 3 തവണയെങ്കിലും ഓട്ടോയിൽ കയറി കാണണം. വൈകുന്നേരം മുനീശ്വരൻ കോവിലിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പോലീസ് പറയുന്നത്. ആ പോയത് ഒരു ഓട്ടോയിലായിരിക്കണം. കുറച്ചു കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ നിന്ന് നവീൻ ബാബു ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറയുന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയതിനാൽ നവീൻ ബാബു അവിടെ പുലർച്ചെ 1:30 വരെ ഇരുന്നു എന്നും ഒക്കെ ഒരവസരത്തിൽ പുറത്തു വന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് പോയി. നവീൻ സഞ്ചരിച്ച ഈ 3 ഓട്ടോക്കാരെ കണ്ടെത്തിയോ? ഈ 3 പേരുടെ വിശദാംശങ്ങൾ കണ്ടെത്തിയോ? 3 തവണ ഓട്ടോയിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസിന് കിട്ടിയില്ല? ഇവിടെയാണ് ദുരൂഹത സംശയിക്കേണ്ടത്. കളക്ടറേറ്റിൽ നിന്നും ഡ്രൈവർ ഷംസുദ്ദീൻ മുനീശ്വരൻ കോവിലിന് മുന്നിൽ കൊണ്ടുവിടുമ്പോൾ നവീൻ ബാബു പറഞ്ഞത് ആരെയോ കാണാനുണ്ടെന്നാണ്. എങ്കിൽ പിന്നെ നവീൻ ക്വാർട്ടേഴ്സിലേക്ക് ഓട്ടോ പിടിച്ച് മടങ്ങിപ്പോയതോ? ഷംസുദ്ദീനോട് ക്വാർട്ടേഴ്സിലേക്ക് വിടാൻ നവീൻ ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നല്ലോ. ക്വാർട്ടേഴ്സിലെ എല്ലാ സാധനങ്ങളും എടുത്ത് താക്കോൽ പോലും ഏൽപ്പിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചെങ്കിൽ എന്തുകൊണ്ട് ഡ്രൈവറോട് അവിടെ ഇറക്കാൻ പറഞ്ഞില്ല? താക്കോൽ എവിടെ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. താക്കോൽ ഏൽപ്പിച്ചെങ്കിലും തിരിച്ചു മേടിച്ചതായി സൂചനയില്ല. പോലീസിന്റെ ന്യായം രണ്ടാമതൊരു താക്കോൽ നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നാണ്. അത് എത്രമാത്രം സത്യമാണെന്ന് ആർക്കും അറിയില്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നായിരുന്നു പോലീസ് ഭാഷ്യമെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. കാരണം ഡ്രൈവർ അറിയേണ്ട ഞാൻ പോയി എന്ന് അയാൾ കരുതിക്കോട്ടെ എന്നുള്ള കരുതലായി കണക്കാക്കാം. പക്ഷേ ക്വാർട്ടേഴ്സിൽ പോയ നവീൻ ബാബു അവിടെ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി വീണ്ടും എത്തിയെന്നും ആ ഓട്ടോ വൈകിയെന്നും അതുകൊണ്ടാണ് ട്രെയിൻ പോകാതിരുന്നതെന്നും അതുകൊണ്ടാണ് അവിടെ തന്നെ ഇരുന്നതെന്നാണ് CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നതെന്ന് പോലീസ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പോലീസ് ഒരു സൂചനകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു.